ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ കോടതി വീണ്ടും കൂടുക കേട്ടോ. കൂടിക്കഴിയുമ്പോഴേക്കും എല്ലാവരും അവിടെ നിരന്നിരിക്കുകയാണ്. ജഡ്ജി പറയുന്നുണ്ട്, ഇത് കഴിഞ്ഞ 2021 നടന്ന കേസാണ്, ഇതുവരെ ഇതിനൊരു ഒത്തുതീർപ്പായില്ലേ, എന്താ വക്കീലന്മാരെ നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് പറയുമ്പോൾ നമ്മുടെ മഹേഷിൻ്റെ വക്കീൽ പറഞ്ഞു, ഒത്തുതീർപ്പായി മാഡം, ഒത്തുതീർപ്പായി. ഇന്ന് രാവിലെ തന്നെ ഒത്തുതീർപ്പായിരുന്നു രചനയ്ക്കും അതുപോലെ തന്നെ എൻ്റെ കക്ഷി മഹേഷിനും. അവർ രണ്ടുപേരും പരസ്പര ധാരണയിൽ ഡിവേഴ്സ് നോട്ടീസിൽ സൈൻ ചെയ്തിട്ടുണ്ട്, അത് ഞാൻ അവിടെ ഹാജരാക്കിയിട്ടുണ്ട് എന്ന് വക്കീൽ പറയണം. അത് കേട്ട് ജഡ്ജി അത് നോക്കുമ്പോഴേക്കും ശരിയാണ്, ഇവർ രണ്ടുപേരും പരസ്പര സമ്മതത്തോടെ തന്നെ ഇതിൽ ഒപ്പിട്ടിട്ടുണ്ട്. എന്താ മഹേഷ് അതുപോലെ തന്നെ രചന മഹേഷിന് പറയാനുള്ളത് എന്ന് പറയുമ്പോഴേക്കും രചനയും മഹേഷും രണ്ടുപേരും എഴുന്നേറ്റ് നിൽക്കുവാണ്. രചന പറയുന്നുണ്ട് ചോദിക്കുന്നുണ്ട്, ജഡ്ജി നിങ്ങൾക്കിത് സമ്മതത്തോടെ തന്നെയാണോ നിങ്ങളിത് ഒപ്പിട്ടത് എന്ന് ചോദിക്കുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ രചന പറയുന്നുണ്ട്, അതെ, പൂർണ്ണ സമ്മതത്തോടെ തന്നെയാണ് മാഡം ഒപ്പിട്ടത് എന്ന് പറയാണ്. എന്താ മഹേഷിന് പറയാനുള്ളത് എന്ന് ജഡ്ജി ചോദിക്കുമ്പോൾ മഹേഷ് കുറച്ചു നേരം മിണ്ടാതിരിക്കുക കേട്ടോ. എന്താ മഹേഷിന് ഈ പേപ്പറിൽ ഒപ്പിടാൻ സമ്മതമല്ലായിരുന്നോ, നിങ്ങൾ സമ്മതത്തോടെ ഒപ്പിട്ടതല്ലേ ഇത് എന്ന് ചോദിക്കുമ്പോൾ, അതെ മാഡം, എനിക്ക് ഈ നിയമപരമായിട്ട് തന്നെ ഈ വിവാഹബന്ധം വേർപ്പെടുത്താൻ സമ്മതമാണ് എന്ന് മഹേഷ് പറയാണ്. അത് കേൾക്കുമ്പോൾ രചനയ്ക്ക് വല്ലാത്ത സന്തോഷം തോന്നുവാണ്. അപ്പോൾ കോടതി പറയുന്നുണ്ട്, എന്നാൽ രണ്ടുപേരും ഇവിടെ എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയാണ്, ഇവർ തമ്മിലുള്ള നിയമപരമായിട്ട് തന്നെ വിവാഹബന്ധം വേർപെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ജഡ്ജിയും അതിൽ ഒപ്പിടുക കേട്ടോ. രചനയ്ക്കാണെങ്കിൽ സന്തോഷം കൊണ്ട് ഇരിക്കാൻ വയ്യ. ആ സമയത്ത് നമ്മുടെ മഹേഷ് വേഗം വക്കീലെടുത്ത് വരുന്നുണ്ട്. വക്കീലെ, ചിപ്പിയുടെ കാര്യം പറ എന്ന് പറയുമ്പോഴേക്കും വക്കീൽ ഒന്നും കേൾക്കാത്ത പോലെ ഇരിക്കുക കേട്ടോ. വക്കീലെ, താനെന്താ കേൾക്കാത്ത പോലെ ഇരിക്കുന്നത്, ചിപ്പിയുടെ കാര്യത്തിൽ നമ്മളൊരു എഗ്രിമെൻ്റ് ഉണ്ടാക്കിയില്ലേ, അത് ജഡ്ജിയോട് പറ എന്ന് മഹേഷ് വക്കീലിനോട് പറയുമ്പോൾ ജഡ്ജി ചോദിക്കുന്നുണ്ട്, എന്താ മഹേഷ് താൻ വക്കീലിനോട് പറയണത്, എന്തെങ്കിലും പറയാനുണ്ടോ കോടതിക്ക് മുമ്പാകെ? അതെ, പറയാനുണ്ട് മാഡം, എന്നെ ഈ ഡിവേഴ്സ് ഇത് പേപ്പറിൽ ഒപ്പിടിപ്പിച്ചതിന് കാരണം തന്നെ ചിപ്പിയാണ്. ചിപ്പിനെ പൂർണ്ണ ഉത്തരവാദിത്തം എനിക്ക് തരാം എന്ന് പറഞ്ഞിട്ടാണ് ഈ വിവാഹമോചന ഇത് നോട്ടീസിൽ എന്നെ കൊണ്ട് ഒപ്പിടിപ്പിച്ചത്. മഹേഷ്, അങ്ങനത്തെ ഒരു എഗ്രിമെൻറ്റും ഇവിടെ വന്നിട്ടില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും മഹേഷ് ചോദിക്കണ്ടേ, വക്കീൽ പറ രാമനാഥ, എന്താണെന്ന് വെച്ചാൽ പറ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ വക്കീൽ പെട്ടെന്ന് എഴുന്നേക്കുവാണ്. മഹേഷിനായിട്ട് പറയുന്നുണ്ട്, അതെ യുവർ ഓണർ, എന്നോട് ക്ഷമിക്കണം, അതിന് അങ്ങനത്തെ ഒരു എഗ്രിമെൻറ്റ് ഞങ്ങൾ തയ്യാറാക്കിയിരുന്നു, പക്ഷെ രചന അതിൽ ഒപ്പിട്ടിട്ടില്ല, അതുകൊണ്ട് ആ എഗ്രിമെൻറ്റ് അസാധുവാണ് എന്ന് പറയുമ്പോൾ മഹേഷിനാകെ ദേഷ്യം വരും കേട്ടോ. മഹേഷിന് മനസ്സിലായി വക്കീൽ ചതിച്ചതാണ്. ഇഷിതയും മഹേഷിനെ നോക്കുന്നുണ്ട്. ഇഷിതക്കും അച്ഛനും മനസ്സിലായി മഹേഷ് ശരിക്കും ചതിക്കപ്പെട്ടു എന്നുള്ള സത്യം. മഹേഷിനോട് പറയണം ജഡ്ജി, അങ്ങനത്തെ ഒരു എഗ്രിമെൻ്റ് ഇല്ല, മഹേഷ് അവിടെ പോയി ഇരിക്കുക എന്ന് പറയാണ്. അങ്ങനെ മഹേഷിനെ അവിടെ കൊണ്ട് ഇരുത്തുവാണ്. മഹേഷിനാണെങ്കിൽ ആകെ വിഷമമായിട്ട് വയ്യ കേട്ടോ. രചനയും അതുപോലെ തന്നെ ആകാശം പരസ്പരം മുഖത്തോട് മുഖം നോക്കി ചിരിക്കുകയാണ്. അത് കണ്ടിട്ട് നമ്മുടെ ഇഷിതക്ക് ദേഷ്യവും വരുന്നുണ്ട് കേട്ടോ. അതിനുശേഷമാണ് ചിപ്പി പുറത്ത് നിൽക്കുവാണ്. ആയയും കൂടെ തന്നെയുണ്ട്. ആയ ചോദിക്കേണ്ട ചിപ്പി എടുത്ത്, ചിപ്പി മോളെ, ഇന്ന് എന്തായാലും കേസ് കഴിയും കേട്ടോ, അപ്പോൾ എനിക്ക് അച്ഛൻ്റെ കൂടെ പോകാൻ പറ്റുമോ? തീർച്ചയായിട്ടും ഇന്ന് മോളുടെ അച്ഛൻ എന്തായാലും ജയിക്കും, മോൾക്ക് മോളുടെ അച്ഛൻ്റെ കൂടെ പോകാൻ പറ്റുമോ? മോൾ ഈ ആയേനെ ഓർക്കോ? തീർച്ചയായിട്ടും ഓർക്കും, എനിക്ക് ആ വീട്ടിൽ ആകെ ഓർക്കാൻ ആയ മാത്രമേ ഉള്ളൂ. ആയ എന്നെ വീഡിയോ കോൾ ചെയ്യാവോ? ഞാൻ എപ്പോഴും സംസാരിക്കാം, പിന്നെ എന്നെ കാണാൻ വേണ്ടി വരാവോ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ വരാം മോളെ, മോൾ ഇന്ന് മഹേഷ് സാറിൻ്റെ കൂടെ പോകുമ്പോൾ ഞാൻ എന്തായാലും മോളെ കാണാനായിട്ട് മഹേഷ് സാറിൻ്റെ ഫ്ലാറ്റിലേക്ക് വരാൻ കേട്ടോ എന്ന് പറയാണ്. അങ്ങനെ ജഡ്ജി പറയുന്നുണ്ട്, ഇനി അടുത്ത കേസ് ചിപ്പി ആരുടെ കൂടെ വിടണം എന്നുള്ള കേസ് അല്ല, ചിപ്പി വന്നിട്ടുണ്ടോ എന്ന് ജഡ്ജി ചോദിക്കുമ്പോഴേക്കും രചന പറയുന്നുണ്ട്, അതെ വന്നിട്ടുണ്ട് എന്ന് പറയാണ്. എങ്കിലൊരു കാര്യം ചെയ്യും, രണ്ടുപേരും കേസ് തുടങ്ങിക്കോളൂ വക്കീലന്മാരത് പറയാണ്. അങ്ങനെ ആദ്യം മഹേഷിൻ്റെ വക്കീൽ എഴുന്നേക്കാണ്. അയാൾ ആർക്കാണ്ട് വേണ്ടി സംസാരിക്കുക കേട്ടോ. രചന എന്ന് പറഞ്ഞ ഈ സ്ത്രീ 5 വർഷം മുമ്പ് ചിപ്പിനെ ഉപേക്ഷിച്ച് ഈ കാണുന്ന ആകാശിൻ്റെ കൂടെ ഇറങ്ങിപ്പോയതാണ്. ഇവർ ലിവിങ് ടുഗെദറാണ്, മാത്രമല്ല എപ്പോഴും ടൂറിലുമാണ്. പിന്നെ അവിടെ എങ്ങനെ ചിപ്പി സുരക്ഷിതയാകും എന്നിങ്ങനെ പറയാട്ടോ. എന്നിട്ട് അയാൾ അവിടെ തന്നെ ഇരിക്കുകയാണ്, വെറുതെ എന്തോ പറഞ്ഞത് കാണിക്കാൻ വേണ്ടി മാത്രം. അതിനുശേഷം രചനയുടെ വക്കീൽ എഴുന്നേക്കുവാണ്. യുവർ ഓണർ, ഒരിക്കലും അങ്ങനെയല്ല സംഭവിച്ചത്. 5 വർഷം മുമ്പ് ഈ രചന എന്ന് പറഞ്ഞ എൻ്റെ ആളെ ഈ മഹേഷിൻ്റെ അമ്മ ഒരുപാട് ക്രൂരമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ട്. മഹേഷ് എപ്പോഴും വെള്ളമടിച്ച് രചനയെ ഉപദ്രവിക്കുമായിരുന്നു. രചനയുടെ മേത്ത് ഇപ്പോഴും ആ പാടുകളുണ്ട്. അതുമാത്രമല്ല, രചന 5 വർഷം മുമ്പ് ഉപേക്ഷിച്ച് പോയെന്ന് പറഞ്ഞല്ലോ. രചന എല്ലാ ദിവസവും മഹേഷിൻ്റെ വീട്ടിൽ വരുമായിരുന്നു, കുഞ്ഞിൻ്റെ ഒരു നോക്ക് കാണാനായിട്ട്, കുഞ്ഞിനെ പാല് കൊടുക്കാനായിട്ട്. പക്ഷേ മഹേഷിൻ്റെ അമ്മയും മഹേഷ് സമ്മതിക്കില്ല, രചനനെ ഉന്തി തള്ളി വിടുമായിരുന്നു എന്ന് പറയുമ്പോഴേക്കും രചനയ്ക്ക് സന്തോഷമാണ് ആ കള്ളക്കഥ കേൾക്കുമ്പോഴേക്കും. ആ സമയത്ത് ജഡ്ജി പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും പറഞ്ഞാലും ഒരു ആർഗ്യുമെൻറ്റും ഇല്ല, ഒരു കാര്യം ചിപ്പിനെ വിളിക്കാൻ വേണ്ടി പറയാണ്. അങ്ങനെ രചന ചിപ്പിനെ വിളിക്കാൻ വേണ്ടി പുറത്തേക്ക് പോവാണ്. ചിപ്പി ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ, ഇല്ല ഞാൻ വരില്ല, ഇങ്ങോട്ട് വാടി എന്ന് പറഞ്ഞിട്ട് വലിച്ചു വിളിക്കുവാണ്. എന്നിട്ട് ചിപ്പിനെ കോടതിക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ജഡ്ജി ചോദിക്കുന്നുണ്ട്, ചിപ്പി മോൾ അല്ലേ? അതെ, മോൾ എന്തിനാ ഇവിടെ കൊണ്ടുവന്നതെന്ന് മനസ്സിലായോ എന്ന് ജഡ്ജി ചോദിക്കുമ്പോൾ, ഇല്ല മനസ്സിലായില്ല എന്ന് ചിപ്പി പറയാണ്. അല്ല, മോൾക്ക് അച്ഛൻ്റെ കൂടെ നിൽക്കാനാണോ അമ്മയുടെ കൂടെ നിൽക്കാനാണോ ഇഷ്ടം എന്ന് ചോദിക്കുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ നമ്മുടെ ചിപ്പി പുറകെ
മുഖത്തേക്ക് തിരിഞ്ഞ് മഹേഷിൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ്. മഹേഷ് ദയനീയമായിട്ട് ചിപ്പിനെ നോക്കി ചിരിക്കുകയാണ്. ശേഷം രചനയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. രചന ചിപ്പിനെ നോക്കി സന്തോഷത്തോട് കൂടി മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചിരിക്കുക കേട്ടോ. അതിനുശേഷം ചിപ്പി മുഖം അങ്ങനെ താഴ്ത്തി ഇങ്ങനെ നിൽക്കുവാണ്. ജഡ്ജി ചോദിക്കുന്നുണ്ട്, എന്താ മോളൊന്നും പറയാത്തത്? മോൾക്ക് അച്ഛൻ്റെ കൂടെ നിൽക്കാനാണോ അമ്മയുടെ കൂടെ നിൽക്കാനാണോ ഇഷ്ടം എന്ന് ചോദിക്കുമ്പോൾ ചിപ്പി പറയുന്നുണ്ട്, അത് എനിക്ക് പറഞ്ഞോളൂ, ആരെയും പേടിക്കേണ്ട, ആരും മോളോ ഒന്നും ചെയ്യാൻ പോകുന്നില്ല, എനിക്കെൻ്റെ ഷിയാമയുടെ കൂടെ നിന്നാൽ മതി എന്ന് പറയാണ്. ഷിയാമയോ? അതാരാ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഇഷിതയുടെ കണ്ണുകൾ നിറയുക കേട്ടോ. ഷിയാമ ദേ എന്ന് പറഞ്ഞിട്ട് കൈ ഇങ്ങനെ പൊക്കി ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് ചിപ്പി. ആ സമയത്ത് നമ്മുടെ ഇഷിത എഴുന്നേൽക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട യുവർ ഓണർ, എൻ്റെ പേര് ഇഷിത, പീഡിയാട്രീഷ്യനാണ്. ചിപ്പി എന്നെ ഷിയാമ എന്നാണ് വിളിക്കണത്. നിങ്ങൾ ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞിട്ട് ജഡ്ജി വിളിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഇഷിതയുടെ വാക്കുകൾ പറയുക കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ചിപ്പി എൻ്റെ ആരുമല്ല, എൻ്റെ മോളല്ല, എൻ്റെ രക്തബന്ധമല്ല, എൻ്റെ ആരുമല്ല. പക്ഷേ ഞാൻ ചിപ്പിനെ ആദ്യമായിട്ട് കാണുന്നത് എൻ്റെ സ്വപ്നത്തിലൂടെയാണ്, പിന്നെ നേരിട്ട് കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ആ കാര്യങ്ങളൊക്കെ പറയാണ്. ചിപ്പി ഒന്ന് നൊന്ത എൻ്റെ മനസ്സ് നോവും. ചിപ്പിനെ കാണാതിരിക്കാൻ എനിക്ക് സാധിക്കില്ല. എൻ്റെ ജീവിതത്തിൽ ഓരോ സെക്കൻഡും ഞാൻ ചിപ്പിനെ കുറിച്ച് ആലോചിച്ചിരിക്കും. ചിലപ്പോൾ ഇവളുടെ അമ്മയും അച്ഛനും പോലും അങ്ങനെ ആലോചിക്കുന്നുണ്ടാവില്ല. എനിക്കറിയില്ല ഇതിന് എന്ത് ബന്ധമാണ് പറയേണ്ടതെന്ന്. എൻ്റെ ജീവനാണ്, എൻ്റെ തുടിപ്പാണ് ചിപ്പി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഇഷിത അവിടെ പോയി ഇരിക്കുക കേട്ടോ. അതിനുശേഷം ജഡ്ജി പറയുന്നുണ്ട്, മോളോട് ആരുടെ കൂടെ നിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ മോൾക്ക് അച്ഛൻ്റെ കൂടെ നിൽക്കേണ്ട, അമ്മയുടെ കൂടെ നിൽക്കേണ്ട, ഇഷിതയുടെ കൂടെ അങ്ങനെ വിടാനും പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അടുത്ത സിറ്റിങ്സിന് വേണ്ടിയിട്ട് ഞാൻ രണ്ടുപേരെയല്ല, ചിപ്പീനെയും മഹേഷിനെയും അതുപോലെ തന്നെ രചനേനെയും പിന്നെ കൂടെ ഇഷിത ഡോക്ടറും വരണം. യെസ് യുവർ ഓണർ എന്ന് ഇഷിത പറയാണ്. അപ്പോൾ അടുത്ത സിറ്റിംഗ് എന്ന് പറഞ്ഞാൽ അടുത്ത മാസം 12-ാം തീയതിയാണ് നടത്തുന്നത്. ആ 12-ാം തീയതി ഇതിൻ്റെ തുടർവാദം ആരംഭിക്കുന്നതായിരിക്കും. അപ്പോൾ അതുവരെ ചിപ്പി സ്വന്തം അമ്മയുടെ അടുത്ത് തന്നെ നിന്നോട്ടെ എന്ന് കോടതി വിധിക്കുകയാണ്. അതിനുശേഷം കോടതി ശരി, അപ്പോൾ അടുത്ത മാസം 12-ാം തീയതി ഇതിൻ്റെ വിധി പറയുന്നതായിരിക്കും. അതിനെക്കുറിച്ച് സമയം വേണം, അതുകൊണ്ട് 12-ാം തീയതി വരെ വിധിക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കോടതി പിരിയുവാണ്. മഹേഷും ആകെ തകർന്ന അവസ്ഥയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ചിപ്പി വലിച്ചുകൊണ്ട് നമ്മുടെ രചന പുറത്തേക്ക് പോകുന്നുണ്ട്. രചന പറയുന്നുണ്ട്, ഒരു മൂലക്കെത്തുമ്പോൾ ചിപ്പി എടുത്ത് എന്നെ എല്ലാവരുടെ മുമ്പിൽ നാണം കെടുത്തി, എല്ലാവരും കൂടി നാണം കെടുത്തി, കോടതി എന്നെക്കുറിച്ച് എന്ത് വിചാരിച്ച് കാണും. അതിനിടയ്ക്ക് അവളുടെ ഒരു വാദം, ഷിയാമയുടെ കൂടെ പോയാൽ മതി, നിന്നെ ഒരിക്കലും ഷിയാമനെ കാണില്ലടി എന്ന് പറയുമ്പോൾ അത് കേട്ടുകൊണ്ട് ഇഷിത അങ്ങോട്ടേക്ക് വരും കേട്ടോ. രചന താൻ എന്തൊക്കെയാണ് മോളോട് പറയണമെന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് വാടി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചിപ്പിനെ വലിച്ചുകൊണ്ട് നമ്മുടെ രചന കാറിലേക്ക് കയറുക കേട്ടോ. അപ്പോൾ ഇഷിത പുറകെ വരുന്നുണ്ട്. ചിപ്പി മോളെ ചിപ്പി എന്ന് പറയുമ്പോൾ ചിപ്പി കരഞ്ഞുകൊണ്ട് ഷിയാമേ എന്ന് പറഞ്ഞ് കരയുവാണ്. പക്ഷേ രചന അതൊന്നും തന്നെ കേൾക്കുന്നില്ല. ചിപ്പിനെ വലിച്ചഴച്ച് കാറിനുള്ളിൽ കയറ്റുവാണ്. അതിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ നമ്മുടെ ഇഷിതയും ഓടിപ്പോകുന്നുണ്ട്. രചനെ ചിപ്പിമോളെ എന്ന് വിളിച്ച് പോകുന്നുണ്ടെങ്കിലും ചിപ്പിനെ മൈൻഡ് പോലും ചെയ്യാതെ രചന വണ്ടി വിട്ട് പോകുക കേട്ടോ. നമ്മുടെ ഇഷിതയാണെങ്കിൽ ആകെ വിഷമിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ തൊട്ട് പിന്നാലെ ഇതെല്ലാം കണ്ടുകൊണ്ട് മഹേഷും അതുപോലെ തന്നെ നമ്മുടെ ഇഷിതയുടെ അച്ഛനും എല്ലാവരും കൂടി തൊട്ട് പിന്നാലെ നിൽക്കുവാണ്. അതിനുശേഷം ഇഷിത ആ കോടതി വരാന്തേക്ക് കരഞ്ഞുകൊണ്ട് നിൽക്കുവാണ്. മഹേഷും ആകെ വിഷമിച്ച് നിൽക്കുവാണ്. എന്ത് ചെയ്യണമെന്നറിയാണ്ട് നമ്മുടെ മാഷും നിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അങ്ങനെ വിഷമത്തോട് നിൽക്കുന്ന ആ ഒരു ഭാഗത്തോട് കൂടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.